ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, നമ്മുടെ സാധാ ഇരുമ്പിച്ചട്ടിയിലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോഫ്റ്റായിട്ട് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാനിത് 3 കപ്പ് ദോശ റൈസാണ് എടുത്തിരിക്കുന്നത്. പശയില്ലാത്ത റൈസ് തിരഞ്ഞെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ നന്മയുടെ വൈറ്റ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഏകദേശം ഒരു 3-4 മണിക്കൂർ കുതിർത്തി ഊറ്റിയെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പശയുള്ള റൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ചൂടോടെ കഴിക്കാൻ വലിയ പ്രശ്നമില്ല, പക്ഷേ അത് തണുക്കുമ്പോൾ അത് ഹാർഡായി പോകുന്നുണ്ട്, അതുപോലെ പരസ്പരം ഒട്ടിപ്പിടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് പശ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. 1 കപ്പ് ചോറില്ല എങ്കിൽ അവിലെടുത്താലും മതി. നമ്മൾ അവിൽ വെച്ച് ചെയ്താലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തേങ്ങ ചിരകിയത്, ഇളം തേങ്ങ തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തന്നെ വേണമെന്നുമില്ല, അരക്കപ്പ് ആയാലും മതി. 1 കപ്പ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തത്. ഇനി ഇത് 3 കൂടി ഒരുമിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു വരണം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഒരുപാട് വെള്ളമായാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ശരിയായി വരത്തില്ല. വെള്ളം ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ മിക്സി ചൂടാകത്തില്ല. തണുത്ത വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിത് 2ആയിട്ട് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ പറയുന്ന ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് സമയത്തൊക്കെ നമുക്ക് അവൻ്റെ അകത്തൊന്നും ലൈറ്റ് ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് പുറത്ത് തന്നെ വെച്ചാൽ നല്ല മാവ് നന്നായിട്ട് ശരിയായി വരും. ഞാനിപ്പോൾ നല്ലതുപോലെ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഴയ പാലപ്പത്തിൻ്റെ മാവൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് സോഫ്റ്റായ പാലപ്പത്തിൻ്റെ മാവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തണുപ്പ് സമയം ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കിട്ടും. ഞാനിന്ന് ഇത് 8 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നമുക്ക് 8 മണിക്കൂറിന് മുന്നേ കുറച്ചുകൂടി മുമ്പേ വേണമെങ്കിൽ ഈ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മാവ് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ ഇത്രയും 8 മണിക്കൂറൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ 1/4 കപ്പ് ചേർത്ത് ഒരു 8 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി, ഒരുപാട് വെള്ളം ചേർക്കരുത്, ആവശ്യത്തിന് കുറച്ച് വെള്ളം ലൂസാക്കി വെള്ളം ചേർത്ത് ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും സോഡാപ്പൊടിയും ചേർത്ത് നമുക്ക് സാധാരണ നമ്മൾ അപ്പം തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഒഴിക്കുന്നത്. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല അറകണക്ക് വന്ന് നല്ല ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് അപ്പം മൊരിഞ്ഞ് നല്ലതുപോലെ വരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ അത്ര മൊരിയുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം ചുട്ടെടുക്കാം. ഞാൻ ഇരുമ്പിച്ചട്ടിയിലും കൂടി ഒന്ന് ചുട്ട് കാണിച്ചു തരാം. ഇരുമ്പിച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഞാൻ പുരട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇരുമ്പിച്ചട്ടിയിലാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയിൽ തയ്യാറാക്കിയതാണ്.
ഇത് നമ്മുടെ ഇരുമ്പിച്ചട്ടിയിലും തയ്യാറാക്കിയിട്ടുള്ളതാണ്. രണ്ടും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.